പ്രിയപ്പെട്ട കൂട്ടുകാരി, ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് നൃത്തം. നൃത്തം പലതരം. എൻ്റെ ഫീൽഡ് ക്ലാസിക്കൽ ഡാൻസാണ്. ഞാൻ നടരാജ് ഡാൻസ് സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസ് എന്ന പേരിൽ 30 വർഷമായി ഡാൻസ് സ്കൂൾ നടത്തുന്നു. പലതരം അനുഭവങ്ങളും ഈ ജീവിതയാത്രയിൽ ഞാൻ അനുഭവിച്ചു. ഇതിൻ്റെ ഉയർച്ചയും താഴ്ചയും ഞാൻ കണ്ടു. ചിലയിടങ്ങളിൽ നല്ല സമ്മാനം നൽകുകയും ചിലയിടങ്ങളിൽ അവഗണിക്കപ്പെടുകയും ചെയ്തു. ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് സ്കൂളുകളിൽ തൊട്ടേ നൃത്തം പഠിക്കുവാൻ അവസരമുണ്ടായിരുന്നു. അന്ന് എല്ലാ തരത്തിലും കുട്ടികൾ വളർന്നത് എല്ലാവിധ കഴിവുകളോടും കൂടി തന്നെയായിരുന്നു. അവർക്കാർക്കും ഒരു കുറവും സംഭവിച്ചിരുന്നില്ല. അങ്ങനെ ഈ ലോകത്ത് പല കലാകാരന്മാരും ഉണ്ടാവുകയും ആ കലാകാരന്മാരിൽ പലരും നിലനിൽക്കുകയും പലരും മൺമറഞ്ഞു പോവുകയും ചെയ്തു. എന്തു പറയാം, ഇന്ന് പല വിവാദങ്ങളും ഇതിൻ്റെ ഉണ്ടാകുന്നു. കണ്ഠേനാലാപയേത് ഗീതം ഹസ്തേനർത്ഥപ്രദർശനം ചക്ഷുഭ്യാം ഭാവയേത് ഭാവം പാദാദ്യം താളനിമേ. യതോ ഹസ്തസ്തതോ ദൃഷ്ടി, യതോ ദൃഷ്ടിസ്തതോ മനഃ, യതോ മനസ്തതോ ഭാവോ, യതോ ഭാവോസ്തതോ രസ എന്ന രീതിയിൽ നൃത്തം പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് ഇതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഓരോ ചലനത്തിനും അർത്ഥവും ആ അർത്ഥത്തിനനുസരിച്ചുള്ള ചലനവും. എത്ര രസമാണ് നൃത്തം. പക്ഷേ ഇന്നു വെറുതെ കുറേ ചലനങ്ങളും അതിനൊപ്പിച്ച് എന്തെങ്കിലും പാട്ടും. അതാണോ യഥാർത്ഥ നൃത്തം? നമ്മൾ എങ്ങനെ നൃത്തത്തെ തിരിച്ചറിയും? നമ്മളുടെ ശരീരത്തെ ഓരോരോ ചലനങ്ങൾക്കും അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി ഓരോ ശരീരഭാഗങ്ങൾക്കും പ്രത്യേകം എക്സസൈസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അടിസ്ഥാനപരമായി ഒരാൾ നൃത്തം പഠിച്ചാൽ മാത്രമേ ആ നൃത്തം നൃത്തമാവുകയുള്ളൂ. ഇനിയും ഒരു തലമുറയുണ്ടാകുന്നുവെങ്കിൽ നല്ല രീതിയിൽ നല്ല ട്രെയിനിങ് കിട്ടി നൃത്തം പഠിച്ച് മുന്നേറട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ ഇത് നിർത്തുന്നു. താങ്ക് യു എവരിവൺ.